നൈറ്റിൽ ഈ മഴക്കാലത്തൊക്കെ ഏറ്റവും വലിയ വൈബ് ഇതാണ്. മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് സമയം ഇപ്പം ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി കേട്ടോ കൊടുക്കാ. ഇഷ്ടം പോലെ നമ്മളെ കാണുമ്പോഴേ പായൂടാ. മൊത്തം വിട്ടടിച്ച് പോവാ. ചെമ്പല്ലി ഇഷ്ടം പോലെ. ഇപ്പോഴേ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വൈകിട്ടത്തെ ഏറ്റവും വലിയ പരിപാടിയാണ് ഈ വാള് കൊണ്ടും വാക്കത്തി കൊണ്ടൊക്കെ വെട്ടാൻ വന്നിരിക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ജോയ് ഉണ്ട് കൂടെ, നമ്മുടെ ഉണ്ണി ഉണ്ട് കൂടെ കേട്ടോ. അപ്പം ജോയുടെ വാളുണ്ട്, എൻ്റെ വാക്കത്തി ഉണ്ട്. അപ്പം നമുക്ക് മീൻ കിട്ടും നോക്കാം. ദേ വാക്കത്തി കൊണ്ട് നേരെ ഇങ്ങനെയല്ല നമ്മൾ വെട്ടുന്നത്. ദേ വാള് കൊണ്ട് വാക്കത്തി കൊണ്ട് നമ്മൾ ഇങ്ങനെ വെട്ടുന്നത്. അത് കാണിച്ചിടാം. മീനെ ഇപ്പോൾ കാണുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു കല്ല് മീനാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ വെട്ടുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടി കഴിയുമ്പോൾ മീൻ കിട്ടും. മീൻ വാളി പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പാളിപ്പോവും കേട്ടോ. അപ്പം നമുക്ക് പതുക്കെ മീനെ വെട്ടിയെടുക്കാവേ. അപ്പം ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫിഷിംഗ് ഗൈഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നമ്മൾ ഇതുവരെ ചെയ്ത സംഭവമാണ് വെട്ടിപ്പിടിക്കുന്ന പരിപാടി. അപ്പോൾ പണ്ട് കാലങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്, പക്ഷേ വീഡിയോ എടുക്കാനും ഉള്ള പരിമിതികളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ ഇന്ന് പരിപാടി നോക്കാൻ വേണ്ടി പോയി. എന്തെങ്കിലും കിട്ടും നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, വെള്ളമെല്ലാം പൊങ്ങിപ്പോയി. നമുക്ക് ഇതിലൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ആയിരിക്കും മീൻ കാണുന്നത്. വെള്ളം ജോയെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ കിലോയുടെ കുഞ്ഞു നിൽക്കണം. അതിന് ഈ കിലോയുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വലിയ ഉറപ്പായിട്ടും കാണും. മാത്രം പറക്കുക. നൈറ്റ് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. കട്ടള കിട്ടിയോ? ആഹാ, ഒറ്റ വെട്ട്. ഒറ്റ വെട്ട്. ഇങ്ങോട്ട് ആള് വെച്ച് കാണിച്ചു തരാം. 1.5 കിലോ ഉള്ള ഒരാൾ. ആളിൻ്റെ ലെങ്ത് ഉണ്ടേ, കാണിച്ചു തരാവേ. ഇത് കണ്ട ആള് വെച്ച് വെട്ടിപ്പിടിച്ച സാധനം കണ്ടോ? അടിപൊളിയാലെ കറക്റ്റ് ഇങ്ങ് വെട്ടുമായിരുന്നേ. ഓക്കെ, തൽക്കാലം നമ്മൾ കവർ എടുത്തില്ല, ഇവിടെ വെച്ചേക്ക് കാണുവേ. ഓക്കെ, അടുത്തന്നെ പിടിക്കാവേ. ഇടവേളയും കാണും. വെള്ളം ഒഴിച്ച് ഇല്ലാതുകൊണ്ട് ഇങ്ങനെ അനങ്ങാൻ നിൽക്കുവേ. മാറിപ്പോടാ, നീ പറഞ്ഞാൽ ശരിയാ കേട്ടോ. പോയല്ലേ? ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ടോ? തിലോപ്പിയ. ഓക്കെ അല്ലേ? അപ്പം ഒരു ചെറിയ തിലോപ്പിയ കിട്ടി. ചാക്കാണിച്ചോ? ഒരാളും ഒരു തിലോപ്പിയവേ. ഓക്കെ, പിടിച്ചോ, കിലോ പിടിച്ചോ. ചെറുതാട്ടോ, പക്ഷെ വറക്കാൻ നല്ല ടേസ്റ്റാണ്. ചാക്കോളാം. ഓക്കെ, വിട്ടുകൊണ്ടോ വേണ്ടോ? അടിപൊളി. ഇത് കുഴപ്പമില്ലല്ലോ. അതെ, അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്, തിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. ചാക്കി ഇട്ടേക്കണേ. 5 3-4 കിട്ടിയിട്ടുണ്ട് ടോട്ടൽ കേട്ടോ. ഇതുപോലെ കിട്ടിയാൽ നമുക്ക് വേറെ ചെറിയ പൊക്കട്ടെ പൊക്കട്ടെ. ഉണ്ടെങ്കിൽ കിടക്ക് പോയി തോന്നല്ലേ? പോയി കേട്ടോ.
ആടാ മാളിലാക്കുന്നത് അതുകൊണ്ടോ ഇത് കേട്ടോ ഒറ്റ വീട്ടിന് അവനെ നമ്മൾ പടമാക്കി. ഇടത്തരം വരുന്നൊരു തിലോപ്പിയ കേട്ടോ. കവറ് നമ്മുടെ കയ്യിലില്ല, കവറ് ജോഡയിലിടാം. തൽക്കാലം വരെ നമുക്ക് പോക്കറ്റിലിടാം, അല്ല വേറെ ഓപ്ഷൻ ഇല്ല. ഈ പോക്കറ്റിട്ടുണ്ട് കേട്ടോ മീനെ. അവിടെ കേട്ടെ വേറെ നോക്കാം. വരാനൊന്നും ഇത്തവണ കാണുന്നില്ലല്ലോ. മുഴുവൻ ചെറിയ തിലോപ്പിയാണോ? വലിയ തിലോപ്പിയും ഇല്ല. ഒഴുകി പോകും. ചെറുതാ, ഇതിലും കുഞ്ഞതാ മുഴുവൻ നിൽക്കുന്നത് അല്ലേ. വറക്കാനുള്ളതായി പോക്കറ്റ് ഇട്ടേക്കാം. ഞാൻ അടുത്ത് നിൽക്കുന്നത് അതിനൊന്നും പിടിക്കണ്ടല്ലോ. കാണിച്ചു തരായിരുന്നു. നമ്മൾ ഈ സൈസിൽ നിന്ന് എടുക്കുന്ന പോലില്ല കേട്ടോ. ഓടിപ്പടാ. ഇച്ചിരി മുഴുത്ത് നമുക്ക് കിട്ടിയാൽ മതി. അടുത്ത തിലോപ്പിയ വാക്കത്തേക്ക് വെട്ടി അറിയോ കേട്ടോ. വെട്ടുകൊണ്ടോ പോകുന്നത് വെച്ച് നോക്കാം അല്ലേ. കിട്ടത്തില്ല കൈ. നമ്മളൊരു ചെറിയൊരു ചെയ്യാണ്ടി പോകണം. ഒറ്റ വെട്ട് വെട്ടാൻ പോവാം. ഇല്ലല്ലേ പാളി. വെള്ളമാണ് ഇവിടെയൊന്നും വെച്ചാൽ കിട്ടത്തുമില്ല. സിമ്പിളിപ്പല്ലേ നടന്നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇരുട്ട് നല്ല ഇപ്പോൾ സമയം ഏകദേശം 10-11 മണി ഉണ്ട് കേട്ടോ. നൈറ്റിൽ ഈ മഴക്കാലത്തൊക്കെ ഏറ്റവും വലിയ വൈബ് ഇതാണ്. മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് നനയുന്നുണ്ട്, അതിൻ്റെ പിന്നെ നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒത്തിരി മീനൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും മറക്കാനുള്ള മീൻ നമുക്കത് കിട്ടുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാം. ഇവിടെ ഇത്രയും വെള്ളം കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ ഒന്നും വെട്ടിയാൽ കിട്ടത്തില്ല ഒരിക്കലും. ഇത്രയും വാള് മുങ്ങിയൊന്നതിനെക്കാളും വെള്ളം വാളല്ല വാക്കത്തെ. ഓക്കെ, ഈ മണ്ണിൻ്റെ സൈഡിലൊക്കെ മീൻ കയറുന്നില്ല. ഇവിടെ ഒന്നും മീനെ കാണുമല്ലോ, മീൻ കുറവ് വന്നാൽ നമുക്ക് നോക്കാം. ചേട്ട മലന്ന് വരുന്നു. ആരെടുത്തല്ലേ? ചെറുതാട്ടോ, ഇത്ര വലിപ്പമേ ഉള്ളൂ. വെയിറ്റ് ആയല്ലേ? 1.5 കിലോ മീനായിട്ടുണ്ട്. ലാസ്റ്റ് കാണിക്കാം മീനല്ലാവേ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് ടോർച്ചിൻ്റെ ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്, ഫോണിൻ്റെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നോക്കിയിട്ട് കയറിയാവേ. കാണാണ്ട് വഴിയില്ല, തപ്പി നോക്കാം. ആ ഉണ്ടോ, ചെറുതല്ലേ? ഓടാൻ വേണ്ടി നിൽക്കുക. ഇത്രയും വെള്ളം വേണ്ട, ഒട്ടും കിട്ടത്തില്ല. പോയാൽ പോട്ടെ. കൊണ്ടു നോടാ, അല്ലെങ്കിൽ അങ്ങോട്ട് ഓടി വെച്ച് കേട്ടല്ലോ. അയ്യോ കഷ്ടമായിപ്പോയി. പുല്ല് വരാനല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇടയ്ക്കൊക്കെ വിട്ടുപോകും, ചിലപ്പോൾ കിട്ടും. അതാണ് വെള്ളം കൂടുതലാണെങ്കിൽ കറക്റ്റാണ്. ചില നീളത്തിലുള്ള അവൻ്റെ വാളായിരുന്നു നോക്കിയാണ് കേട്ടോ. വാളോട്ട് പോയേക്കുക വേറെ സ്ഥലത്തോട്ട്. നമ്മളായാലും വൈൻഡപ്പിങ് എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അത്യാവശ്യം മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയ മീനെ കാണിക്കാവേ. എന്തൊക്കെയാണെങ്കിലും നടന്ന് നമ്മുടെ വണ്ടിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കിട്ടിയ മീനെ ഒന്ന് കൊടുത്തിട്ട് കാണിക്കാവേ. ടോർച്ചിൻ്റെ കേട്ടൊക്കെ തീർന്നു, ഇതിൻ്റെയൊക്കെ തീർന്നു കേട്ടോ. ഇതൊക്കെ പടവായി. നമ്മുടെ ആയുധം ഇവിടെ വെച്ചിട്ട് അതിൻ്റെ കൂടെ കുടയാം. ഇത്ര ഉണ്ട്, ഒരുപാടൊന്നുമില്ല, എങ്കിലും നമുക്ക് വറക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ടോ. ഇതേ 2 അടിപൊളി വരാൽ കേട്ടോ. നല്ല മുട്ടം വരാൽ കേട്ടോ. ഇതേ വാക്കത്തിയായിട്ട് വെച്ച് കാണിക്കാവേ. ഇത്ര വലുപ്പമുണ്ട് ഈ ഒരെണ്ണം. ഒരു 3/4 കിലോ ആണുമായിരിക്കും അല്ലോടാ. ഇത്ര വലുപ്പമില്ലേ? 700 ഗ്രാം 650 ഗ്രാം കാണും. ഇതൊരു 1/2 കിലോ 450 1/2 കിലോ ആ സൈസ് വരുവേ. പിന്നെ ഇതേ കുറച്ച് തിലോപ്പിയ ഉള്ളത് വലുത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര മീൻ കിട്ടി. അപ്പോൾ കുറച്ച് മീനുകൾ നമുക്ക് വെട്ടിയിട്ട് പോവുകയൊക്കെ ചെയ്തു കേട്ടോ. തിലോപ്പിയ പോയിട്ടുണ്ട്, വരാലൊക്കെ പോയിട്ടുണ്ട്, വെട്ട് കൊണ്ടിട്ടുണ്ട്, ഇല വെട്ട് കൊള്ളാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു കേട്ടോ. കാര്യം നമ്മൾ വെട്ടിപ്പിടിക്കാൻ അങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയ്ക്കായിട്ട് ഇറങ്ങിയാണ് ഒരു വീഡിയോയിലേക്ക് ചെയ്ത് കാണിക്കാമെന്നുള്ള ഉദ്ദേശിച്ചു കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. അടിപൊളി വരാലുണ്ട്, തിലോപ്പിയ ഉണ്ട്. ഇതിനൊക്കെ കൊണ്ടിട്ട് നേരെ വെട്ടി വാർത്തടിക്കണം കേട്ടോ. ഓക്കെ, പോയോ? അവിടെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇങ്ങോട്ടോ. പെട്ടെന്ന് വീടെടുത്തു കാണിച്ചു കൊടുത്തേ. വീഡിയോ ഉണ്ട്, ആണോ? കൊടുക്കട്ടെ? കൊടുത്താ
ഉണ്ടെങ്കിൽ അവിടെ കിടക്കും. വെട്ട് കത്തി തരടാ. ഉണ്ടോ? ചെറുതല്ലേ? മതി. പറക്കാൻ പറ്റിയ വരാല്, ഇടത്തരം വരാലാണ്. കറക്റ്റ് വെട്ടായിരുന്നു കേട്ടോ. പോയി വീടുണ്ടാ. ചെമ്പലിനെ വെട്ടി എടുത്തിട്ടുണ്ട്. കറക്റ്റ് അനങ്ങാൻ നിൽക്കുന്നില്ല. വലയും കാണിച്ച് മതി കേട്ടേക്കാം. ഓക്കെ കൈപിടിച്ചു. വഴി കാണുന്നു. അനങ്ങാൻ നിൽക്കുമല്ലേ? പൊങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് അല്ലേ? ചെറുതെങ്കിൽ ചെറുത് വറക്കാം. ഓക്കെ ഇവിടെ കാണും, ഇനി കാണും. അതുണ്ടോ? ചെറുതാണോ? ചെറുതാണോ പറഞ്ഞത്? അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിട്ട്. ഒരു 10 പിടിച്ചേ. അതുണ്ടെങ്കിൽ കാണുവേ. വെട്ടായിരുന്നു. ഓക്കെ കറക്റ്റ് വെട്ടായിരുന്നു. ഓക്കെ കട്ട് ഇറങ്ങി കേട്ടോ കൊടുക്കാ. അവിടെ വിട്ടിട്ടോ കേട്ട്. പയ്യ നോക്കും. പയ്യ അടിക്കടാ. കേറുവോ. മീനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. കൊടുക്കട്ടെ? കൊടുത്തോടാ. ഇതാണ് വെട്ടെന്ന് പറയുന്ന സാധനം. ഇത് കണ്ട് നമ്മൾ സന്തോഷിക്കുകയല്ല, അതിന് നമ്മൾ കറി വെക്കാനുള്ള മീനാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സാധനത്തിനെ പിടിച്ച് നമ്മൾ സന്തോഷിക്കുവാന്ന്. നമ്മൾ നേരെ കറി വെക്കും. കൊന്ന പാവം തിന്നാൻ തീരുമെന്നല്ലേ. അപ്പോൾ ചെറുതാണെങ്കിലും നമ്മൾ വാർത്തടിക്കും. പാവല്ലേ? വെട്ടിക്കൊന്നിട്ടാ പറയുന്നത് പാവം. നമ്മൾ നോക്കണം വേറെ കണ്ടോന്ന്. ഓക്കെ സെറ്റ് ഉണ്ടോ? 2 ദിവസത്തെ മീനാണ് നമ്മൾ വീഡിയോ അത് കാണിക്കുന്നത്. ഒരു ദിവസം മാത്രം വീഡിയോസ് അല്ല. ഓക്കെ അടിപൊളി. സമയം ഇപ്പം ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്ന് മിണ്ടായിരിക്കും. നിങ്ങൾ സൈലൻസ് നോക്കണേ കേട്ടോ. ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പം നമുക്കും ഒത്തിരി ഒന്നും ബഹളമൊന്നും വെക്കാൻ നേരെ വീട്ടിൽ കയറിയേക്കാം. വെട്ടിതിനെയൊക്കെ നാളെ വെട്ടി വാർത്തടിക്കണം. അടിപൊളിയായിട്ട് കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ബെൽബിടല്ലേ അവിടെ എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി അടിപൊളി വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ അടിക്കാം, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി കാണാം. ഇതാണ് നമ്മുടെ വെട്ടിപ്പിടിച്ച നല്ല വെട്ട് വരാൽ. അടിപൊളി.